പരബ്രഹ്മ ഔഷധിയിലേക്ക് സ്വാഗതം. നമ്മൾ എന്നും പറയാറുള്ളത് പോലെ ഇന്ന് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ദശപുഷ്പാദി കേരം എന്ന് പറയും. അതായത് ഈ ദശപുഷ്പങ്ങളും കേരം. ദശപുഷ്പങ്ങൾ എന്ന് പറഞ്ഞാൽ പൂവാങ്കുറുന്നൽ, മുയൽ ചെവിയൻ, കറുക, കയ്യൂന്നി, നിലപ്പന, വിഷ്ണുക്രാന്തി, തിരുതാളി, ഉഴിഞ്ഞ, മുക്കുറ്റി, ചെറുകൂള, ഇങ്ങനത്തെ 10 കൂടെ കൂടുകയാണ് ദശപുഷ്പം എന്ന് പറയുന്നത്. ഈ ദശപുഷ്പവും അതിൻ്റെ കൂടെ ആദ്യമായിട്ടുള്ളത്, അതായത് ചുക്കും മുളക് തിപ്പല്, ത്രികടിക എന്ന് പറയും. അതായത് ചുക്കും മുളക് തിപ്പല്, ഇത് 3 കൂടെ ചേർന്നിട്ടുള്ള ഒരു സിദ്ധമായിട്ടുള്ള ഒരു തൈലമാണ്. അത് വെളിച്ചെണ്ണ കാത്തിരിക്കുന്നതുകൊണ്ടാണ് കേരം എന്ന് പറയുന്നത്. ഇതിൻ്റെ പേര് അതുകൊണ്ടാണ് ഇതിന് ദശമൂലാദി കേരം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇതുകൊണ്ട് ഇത് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് തലയിൽ തേച്ച് കുളിച്ചാൽ ഉറക്കക്കുറവുള്ളവർക്ക് നല്ല ഉറക്കം കിട്ടും. അതുപോലെ തന്നെ താരനുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും, ചൊറിച്ചിലുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും, മുടി വളരും, തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും, നല്ല പോലെ ശരീരത്തിൽ നല്ല ഉറക്കം കിട്ടാനും അടുക്കളക്ക് ശരീരത്തിൽ നല്ല കുളിർമയുണ്ടാകുന്നതുമായ ഒരു നല്ല വിദഗ്ധമായ ഒരു എണ്ണയാണ് ഈ പറഞ്ഞ ദശപുഷ്പാദി കേരം എന്ന് പറയുന്ന ഈ എണ്ണ. ഇത് കുളിക്കുന്നതിന് മുന്നേ തേക്കണം അല്ലേ? ഇത് കുളിക്കുന്നതിന് മുന്നേ നല്ലപോലെ തേച്ചിട്ട് നമ്മുടെ തലയിൽ തിരയോട്ടിൽ ഇങ്ങനെ തേച്ചിട്ട് പിടിപ്പിക്കണം, മസാജ് ചെയ്യണം. ഇങ്ങനെ ചെയ്തിട്ട് ഇത് നല്ലപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം സോപ്പോ ഷാമ്പുവോ ഇതൊന്നും തേക്കാൻ പാടില്ല. ഇതൊന്നും തേച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണം കുറഞ്ഞു. അപ്പോൾ ആ സോപ്പും ഷാമ്പും ഒക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ സുന്ദരമായിട്ട് കുളിച്ചിട്ട് നന്നായിട്ട് നല്ലൊരു തോർത്തുകൊണ്ട് നല്ലപോലെ തുടച്ചാൽ മതി. അപ്പം എണ്ണയുടെ അംശങ്ങളൊക്കെ നമുക്ക് മാറി കിട്ടും. എന്നാൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഈ ഓരോ രോമകൂപത്തിലും പറ്റിയിരിക്കുന്ന എണ്ണ പോകത്തുമില്ല. അങ്ങനെ നമ്മുടെ തലയ്ക്ക് തണുപ്പ് കിട്ടാനും കണ്ണിന് കുളിർമ കിട്ടാനും ചെവിക്ക് കേൾവി കിട്ടാനും. ഇത് എത്ര നേരം തേക്കണമെന്നല്ലോ ഉണ്ടോ? അത് കഴിയുന്നത് നമ്മൾ കുളിക്കുന്നതിന് 1/2 മണിക്കൂർ അല്ല, ഞാൻ ചോദിച്ച രാവിലെ വൈകിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഉറക്കക്കുറവുണ്ട് 2 നേരമാണ് നമ്മൾ തേക്കാൻ അവരോട് നിഷ്കർഷിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ അത് 2 നേരം തേച്ചാൽ നല്ലതാണ്. അത് രാത്രി വൈകുന്നേരം തേക്കുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴും സൂര്യൻ അസ്തമിക്കാൻ മുന്നേ തേച്ച് കുളിക്കുന്നതായിട്ട് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. അങ്ങനെ നിങ്ങളിത് ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ രോഗത്തിനും നിങ്ങൾക്ക് നല്ല ശമനം കിട്ടുകയും ചെയ്യും. അന്നത്തെ ദിവസം നമുക്ക് നല്ല ഉന്മേഷവും പ്രസരിപ്പും കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഉറക്കച്ചടം എന്ന് പറയുന്ന ആ സാധനം നമുക്ക് ഉണ്ടാവത്തില്ല. അങ്ങനെ നമുക്ക് നല്ല എപ്പോഴും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഇങ്ങനെ ഉണർന്നു നിൽക്കുന്നതൊക്കെ നമുക്ക് തോന്നുന്നത് ആദ്യമോടൊക്കെ തേക്കാൻ പാടില്ല. അത്രയും സുഖമായ ഒരു നല്ല തൈലമാണ് ഇത്. ഇതിനാണ് നമ്മൾ ദശമൂലാദി കേരം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നിങ്ങളൊക്കെ തന്നെ ഇത് നല്ല ആട്ടിയ വെളിച്ചെണ്ണ തന്നെ എടുക്കണം. അല്ലെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ്. അത് ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന നമ്മളുള്ള വീട്ടിലുള്ള പഴയ ആൾക്കാരോട് ചോദിച്ചാൽ അവർ കാണിച്ചു തരും. അങ്ങനെ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വേണം ഈ പറഞ്ഞ മരുന്നുകളെല്ലാം അതിൻ്റെയൊക്കെ നീരുകൾ എടുത്ത് ചേർത്തിട്ട് ഇത് തന്നെ പൊടിയായിട്ടും ചേർത്ത് വേണം നമ്മൾ കൽക്കന എന്നായി പറയുന്നത്. ആ കൽക്കനമായിട്ട് കാച്ചിയെടുത്ത് ഇത് നമുക്ക് നല്ലപോലെ എല്ലാവർക്കും വീട്ടിൽ ഉപയോഗിക്കാവുന്ന ഒരു ഒരു നല്ല തലയിൽ തേക്കാവുന്ന ഒരു ഹെയർ ഓയിലായിട്ട് നമുക്ക് ഉപയോഗിക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്യുമാറാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസത്തെ പ്രദാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.